സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്നത് സമൂഹ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള തുടർ ചികിത്സയാണ്. പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരാണ് നമ്മളുമായിട്ട് സഹകരിച്ചത് ചെയ്യുന്നത്. നമ്മളുടെ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും മാനസിക രോഗങ്ങൾക്ക് അലോപ്പതി ചികിത്സ എന്നുള്ളത് ഒരു പതിഞ്ഞിട്ടില്ല. ഒരിക്കലും മരുന്ന് കൊണ്ടുള്ള ചികിത്സ കൊണ്ട് മാത്രം രോഗങ്ങളും മാറുന്നുണ്ടാവില്ല. സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആധുനിക മനോരോഗ ചികിത്സയ്ക്ക് 60-70 വർഷങ്ങളുടെ ചരിത്രമേ ഉള്ളൂ. ഉന്മാദികളെ തടവറകളിലേക്ക് ബഹിഷ്കരിച്ചിരുന്ന പഴയ സാമൂഹ്യ മനോഭാവത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചിത്തരോഗ ചികിത്സയുടെ സങ്കല്പനങ്ങളിലും പ്രയോഗങ്ങളിലും ഇന്നും സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ അഭാവം നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒട്ടേറെ കാരണങ്ങളാൽ ചിന്തയുടെയും പെരുമാറ്റങ്ങളുടെയും വ്യാകരണം തെന്നിപ്പോകുന്ന ഹതഭാഗ്യരെ വ്യക്തി കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് പുനരാനയിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര ചികിത്സാ പദ്ധതി ഈ മേഖലയിൽ ഇനിയും പ്രായോഗികമായി തീർന്നിട്ടില്ല. ക്ലിനിക്കിലോ ആശുപത്രിയിലോ തന്നെ സന്ദർശിക്കുന്ന ചിത്തരോഗിക്ക് മരുന്ന് നിർദ്ദേശിക്കുന്നതിനപ്പുറം ഒരു സാമൂഹ്യ മനുഷ്യൻ എന്ന നിലയിൽ വൈകാരികമായും ബൗദ്ധികമായും വിനിമയപരമായും അയാളെ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാവാൻ നിലനിൽക്കുന്ന ചികിത്സാ വ്യവസ്ഥ ഒരു സൈക്കാട്രിസ്റ്റിനെ നിർബന്ധിക്കുന്നില്ല. തുടർ ചികിത്സയുടെ അനിവാര്യത അഭിസംബോധന ചെയ്യപ്പെടുന്നുമില്ല. മനോരോഗ ചികിത്സാ രംഗത്ത് നിലനിൽക്കുന്ന ഈ വ്യാവഹാരിക ശൂന്യതയെ കമ്മ്യൂണിറ്റി സൈക്കാട്രി എന്ന സമഗ്ര ചികിത്സാ പ്രയോഗത്തിലൂടെ നികത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ചിത്തരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ്. ഔഷധ പ്രയോഗത്തോടൊപ്പം രോഗികളെ അവരുടെ കുടുംബ സാമൂഹ്യ പശ്ചാത്തലത്തിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ തുടർ ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന ഡോക്ടറുടെ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ പ്രവർത്തന നിരതമാണ്. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം മനോരോഗ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ സാമൂഹ്യ പരീക്ഷണമായി തീരുന്ന ഡോക്ടർ മനോജിന്റെ ചികിത്സാ സങ്കല്പങ്ങളെയും പ്രയോഗ സാഫല്യത്തെയും പുരസ്കരിക്കുന്നു. മറ്റ് മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ 2 തരത്തിലുള്ള ചികിത്സയാണ്. ഒന്ന്, രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് കിടത്തി ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഡോക്ടർമാരെ കണ്ട് അവർ മരുന്ന് എഴുതി ആ മരുന്ന് വീട്ടിൽ പോയി കഴിക്കുന്നു. 2 ദിക്കിലും തുടർ ചികിത്സ സാധ്യമല്ല. നമ്മളിവിടെ ചെയ്യുന്നത് സമൂഹ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള തുടർ ചികിത്സയാണ്. ഓരോ രോഗിക്ക് ഒരു വോളണ്ടിയർ എന്നാണ് നമ്മുടെ സിസ്റ്റം. എല്ലാ ആഴ്ചയും, ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ രോഗിയുടെ രോഗാവസ്ഥയും മരുന്ന് കഴിക്കുന്നതും എല്ലാം മോണിറ്റർ ചെയ്യാണ്. അത് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മരുന്ന് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനും മരുന്നല്ലാത്ത ചികിത്സകളും നൽകിയിട്ട് സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കറുടെയും ഇൻപുട്ട്, സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറയും, കൗൺസിലിംഗ്, അത്തരം ചികിത്സാ രീതികളും പുനരധിവാസവും, ഈ ഓരോ ക്ലിനിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പുനരധിവാസവും നൽകിയിട്ട് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റി സൈക്കാട്രി എന്നുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ആശയം തന്നെയാണിത്. സമഗ്രമായിട്ട് ഈ ചികിത്സാ രീതി, സാമ്പത്തിക സഹായം, മറ്റ് മെഡിക്കൽ കെയർ, റീഹാബിലിറ്റേഷൻ, സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻ, കൗൺസിലിംഗ്, മരുന്ന്, ഇതെല്ലാം അടങ്ങുന്ന അതാണ് നമ്മൾ സമഗ്രമായിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്.
ഇത് കേരളത്തിൽ സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 29 സ്ഥലങ്ങളിൽ, 3 ജില്ലകളിൽ 29 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1200-ൽ പരം രോഗികൾക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മാനസിക രോഗ ആശുപത്രികളിൽ ആൾക്കാരെ കിടത്തി ചികിത്സിക്കുന്നതിൻ്റെ പല ദോഷവശങ്ങളും ഉണ്ട്. അത് മറികടക്കാനായിട്ട് രോഗികളെ അവനവൻ്റെ കുടുംബങ്ങളിൽ തന്നെ നിർത്തി അവനവൻ്റെ സമൂഹങ്ങളിൽ നിന്നും പറിച്ചു മാറ്റാതെ ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത് വളരെ അറിയപ്പെടുന്നൊരു വസ്തുതയാണ്. പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരാണ് നമ്മളുമായിട്ട് സഹകരിച്ചത് ചെയ്യുന്നത്. എംഹാറ്റ് എന്നുള്ള സംഘടന ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഓരോ സ്ഥലത്തെയും പാലിയേറ്റീവ് കെയർ സംഘങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ വോളണ്ടിയർമാരാണ് ഈ നേരത്തെ പറഞ്ഞ പ്രവൃത്തി മുഴുവൻ ചെയ്യുന്നത്. അവരാണ് നമ്മളെ ശക്തി. ജില്ലാ ജഡ്ജിയായി വിരമിച്ച ശ്രീ മാധവ പിഷാരടിയുടെയും സുഭദ്രയുടെയും മകൻ മനോജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, റാഞ്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി എന്നിവിടങ്ങളിലെ പഠനത്തിലൂടെ മനോരോഗ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടി. 1994-ൽ ഇംഗ്ലണ്ടിലെ ലീഡ്സിലെത്തിയ അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ അർബുദ രോഗികളുടെ മനസ്സ്വാന്തനമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് MRCP ബിരുദവും നേടിയ ഡോക്ടർ മനോജിന്റെ ചികിത്സാ സങ്കല്പങ്ങൾക്ക് സാമൂഹ്യമായ ഊന്നൽ ലഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. 3 വർഷം മുമ്പ് കേരളത്തിൽ തിരിച്ചെത്തിയ ഇദ്ദേഹം ഇവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ മനോരോഗ ചികിത്സയുടെ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തന്റെ രീതിശാസ്ത്രം പ്രയോഗക്ഷമമാക്കുകയായിരുന്നു. അതാണ് എംഹാറ്റ് എന്ന സാമൂഹ്യ ചികിത്സാ ശൃംഖല. നമ്മളുടെ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും മാനസിക രോഗങ്ങൾക്ക് അലോപ്പതി ചികിത്സ എന്നുള്ളത് ഒരു പതിഞ്ഞിട്ടില്ല. ഇപ്പോഴും 2012-ൽ പോലും ആൾക്കാർ ആദ്യം പോവുക പിന്നെ മതപരമായിട്ടുള്ളതോ ജ്യോത്സ്യത്തിൻ്റെ അടുത്തും അത്തരത്തിലുള്ള ചികിത്സകൾക്കാണ് ഇപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. മാനസിക രോഗങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്നും ഒരു വ്യക്തതയില്ല. ഡോക്ടർമാരുടെ ഇടയിൽ പോലും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാർ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളിത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ചികിത്സയൊക്കെ ഫലപ്രദമാണെന്ന്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇവിടെ വന്നത് എൻ്റെ മകൾക്ക് മാനസികമായ രോഗമാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5 മാസമായി. ഈ 5 മാസക്കാലം കൊണ്ട് 3 മാസം മുതൽക്ക് എൻ്റെ മകൾക്ക് പൂർണ്ണമായിട്ടും ഈ രോഗം മാറാനുള്ള സാധ്യതയുണ്ട് എന്ന തെളിവ് എനിക്ക് കിട്ടി തുടങ്ങി. ഇപ്പോൾ 5-ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 100-ൽ 90% അസുഖത്തിനും എൻ്റെ മകൾക്ക് ആശ്വാസമാണ്. 10 വർഷമായി എൻ്റെ ഭാര്യയ്ക്ക് സൂക്കേട്, കൈ വഴുക്കി കിണറിൽ വീണു. അന്ന് ആ ടൈമിൽ പറ്റിയാണ്, അതിനൊപ്പിട്ടൊന്നുമില്ല. ഇപ്പോൾ അയാള് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സാധാരണ നമ്മളെപ്പോലത്തെ ഒരാള് എല്ലാ ജോലിയും ചെയ്യും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ആഴ്ചയിൽ വന്ന് നോക്കിയിട്ടും അവരെ പരിശോധിച്ചിട്ടും ഇവിടുത്തെ ഡോക്ടർമാരെ പരിശ്രമം ഇതെല്ലാം കറക്റ്റ് മാതിരി ഗുളിക കഴിക്കണില്ല എന്നെല്ലാം വന്ന് രോഗിനോട് ചോദിക്കും. എന്നിട്ട് ആ രോഗിനോട് വന്നിട്ട് ഇവർ വീട്ടിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും കാണിച്ച് കൊടുത്തിട്ട് പുകല്ല. ആ രോഗിക്ക് എന്തൊക്കെയാ വേണ്ട എല്ലാ ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ ഏതൊക്കെ സ്റ്റാഫുകളുണ്ട് ആ സ്റ്റാഫുകളെല്ലാം എൻ്റെ വീട്ടിലെത്തും. കാരണം ഇതിലിപ്പോൾ ഒരു മന്ത്രവാദം ഇല്ലെന്ന് ഇപ്പം നമ്മൾക്ക് മനസ്സിലായല്ലോ. ഇത് പുളി കൊണ്ട് മാറുന്ന സംഗതിയാണെന്നുള്ള നമ്മൾക്ക് സ്വയം മനസ്സിലാക്കി. ഇത് നമ്മൾ കുറെ മന്ത്രവാദത്തിനും മറ്റുള്ളവരിലും ചെയ്ത് പിടിച്ചിട്ടുണ്ട് ചെയ്യും, അത്രേ പൈസ എല്ലാം പോകും. അതുകൊണ്ടൊന്നും കാര്യമില്ല. കഞ്ചാവ് വലിച്ചിരുന്നു. അപ്പൊ എനിക്ക് തടിക്ക് പറ്റില്ല. കുറെ പേരുണ്ടായിരുന്നു ചതിക്കാൻ. ഇവിടുത്തെ ചികിത്സ കൊണ്ട് ഭേദമായി. അപ്പോൾ ജോലിക്കെല്ലാം പോവാറുണ്ട്. 5000-6000 റുപ്യ ആഴ്ച കിട്ടുന്നുണ്ട്. അമ്മാന്റെ അവിടുത്തെ കൊണ്ടേ കൊടുക്കും. മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ ഒരു പക്ഷേ അതിനേക്കാൾ ഏറെ ധനാർത്തി നിറഞ്ഞ വിപണി നിയമങ്ങളാണ് ആധുനിക ചികിത്സാ ലോകത്തെ നിർണയിക്കുന്നത്. ചിത്തരോഗ ചികിത്സയുടെയും വിധി വ്യത്യസ്തമല്ല. ചികിത്സയുടെ ഈ ചന്തസ്ഥലത്ത് സാമൂഹ്യ മനോ ചികിത്സയെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ് എന്ന ആപൽ ശങ്ക ഡോക്ടർ മനോജിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സന്നദ്ധ ചികിത്സാ പ്രവർത്തന ശൃംഖല തന്നെ മനോരോഗ ചികിത്സാ രംഗത്തേക്കും വ്യാപിപ്പിക്കാനാവുമെന്ന വിശ്വാസവും അതിനെ പിന്തുണയ്ക്കുന്ന പ്രതികരണ അനുഭവവും ഡോക്ടർ മനോജിനെ ഇന്ന് ഉത്തേജിതനാക്കുന്നുണ്ട്.